നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിരീടം ചൂടാൻ മികച്ച താരങ്ങളല്ല, മികച്ച ടീമാണ് വേണ്ടത്. ഇത് ഏതെങ്കിലും ടീമിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ അതല്ല തൻ്റെ ടീമിലെ സൂപ്പർ താരങ്ങൾക്ക് പരിക്കേറ്റ് നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞതാണോ എന്നുള്ളത് തരം പോലെ വ്യാഖ്യാനിക്കാം. FC ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുകയാണ്, നമുക്ക് ബെസ്റ്റ് പ്ലേയേഴ്സ് ടീമിൽ ഉണ്ടാവാം, പക്ഷെ അതല്ല, കിരീടം ചൂടണമെങ്കിൽ ബെസ്റ്റ് ടീമാണ് വേണ്ടത്. ഏതായാലും ഇന്ന് FC ബാഴ്സലോണ ഒസാസുനയുമായിട്ട് ലലീഗയിൽ അവരുടെ മത്സരം കളിക്കുകയാണ്. ലലീഗയിൽ 1-ാം സ്ഥാനത്താണല്ലോ FC ബാഴ്സലോണ, 9-ാം സ്ഥാനത്താണ് ഒസാസുന. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഒസാസുനയുടെ മൈതാനത്ത് ഈ കളി നടക്കുന്നത്. 33 കളി 85 പോയിന്റുമായിട്ട് ബാഴ്സലോണ ലലീഗ കിരീടത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പല സൂപ്പർ താരങ്ങളും പരിക്കേറ്റ് പുറത്തായി. ഈവൻ ലാമിനെ യമാൽ വരെ ഇപ്പോൾ പുറത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സീസണിൽ അവൻ കളിക്കില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഫ്ലിക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്: യു ക്യാൻ ഹാവ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ്, ബട്ട് ടു വിൻ ടൈറ്റിൽസ് യു നീഡ് ടു ഹാവ് ദി ബെസ്റ്റ് ടീം. നിങ്ങൾക്ക് ബെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ടാവും, പക്ഷേ കിരീടങ്ങൾ ചൂടണമെങ്കിൽ ബെസ്റ്റ് ടീമാണ് വേണ്ടത്. വെറുതെ കുറേ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ബെസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം. ടീം കോമ്പിനേഷൻ ഉണ്ടാവണം, ടീം മികച്ചതാവണം, മികച്ച രൂപത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു ടീമാവണം. അപ്പോഴാണ് കിരീടങ്ങൾ വരിക എന്ന് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ബാഴ്സയെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞത്, ടുഡേ ഐ ക്യാൻ സേ ദാറ്റ് ദി ക്ലബ് ഈസ് ലിവിങ് ഇൻ എ വണ്ടർഫുൾ അറ്റ്മോസ്ഫിയർ. നല്ല രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും 100% കമ്മിറ്റഡ് ആണ് ഈ ക്ലബിലേക്ക്. അത് ഫാൻസ് ആണെങ്കിലും സപ്പോർട്ടേഴ്സ് ആണെങ്കിലും താരങ്ങളാണെങ്കിലും ഒക്കെ ആ രൂപത്തിലാണ് പോകുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഹൻസി ഫ്ലിക്ക് 2 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ തയ്യാറായി നിൽപ്പാണ്. അത് മേ ബി 1 ഇയർ കൂടി എക്സ്റ്റൻഷനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ 2029 വരെ അദ്ദേഹം ഇവിടെ തുടരാനുള്ള സാധ്യത തുറന്നിടപ്പെടുന്നു. അദ്ദേഹം വളരെ ഹാപ്പിയാണ് FC ബാഴ്സലോണയിൽ. ഇത്തവണ എന്തായാലും ലാലിഗ കിരീടം അവർക്ക് കയ്യെത്തും ദൂരത്താണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.